ഇന്ത്യയുടെ മേല് ഒരു സെക്കൻഡറി താരിഫ് ചുമത്തുന്നതുമായി ബന്ധപ്പെട്ട് ഫോക്സ് ന്യൂസിലെ അഭിമുഖത്തിൽ ആ ഒരു അവതാരകൻ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു മറുപടിയുണ്ട്. അതായത് അദ്ദേഹത്തിന് വ്ളാഡിമിർ പുടിനെയാണ് ഉദ്ദേശിക്കുന്നത്, ഒരു എണ്ണ ഉപഭോക്താവിനെ നഷ്ടപ്പെട്ടു. അതായത് എണ്ണയുടെ 40% വാങ്ങിയിരുന്നത് ഇന്ത്യയാണ്. നിങ്ങൾക്കറിയാവുന്നതുപോലെ ചൈന ധാരാളം കാര്യങ്ങൾ ചൈനയും ചെയ്യുന്നുണ്ട്. ഞാനൊരു സെക്കൻഡറി താരിഫ് നടപ്പിലാക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ചുമത്തുകയാണെങ്കിൽ അത് അവരുടെ കാഴ്ചപ്പാടിൽ, അതായത് ഇന്ത്യയുടെ കാഴ്ചപ്പാടിൽ വിനാശകരമായിരിക്കും. ഞാനത് ചെയ്യേണ്ടി വന്നാൽ ഞാനത് ചെയ്യും, ഒരുപക്ഷെ എനിക്കത് ചെയ്യേണ്ടി വരില്ല എന്നാണ് പ്രസിഡന്റ് ട്രംപ് ഇന്ത്യയുടെ മേൽ വീണ്ടും താരിഫ് ചുമത്തുന്നതിനെ കുറിച്ചുള്ള ഒരു ചോദ്യത്തിന് മറുപടിയായിട്ട് പ്രതികരിച്ചത്. 2-3 കാര്യങ്ങൾ നമ്മൾ കാണണം. ഈ പുടിനുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ വെടിനിർത്തലൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഒന്നും നടന്നിട്ടില്ല. പക്ഷെ എന്നിട്ടും ട്രംപ് ഒന്ന് മയപ്പെട്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് ട്രംപ് മയപ്പെട്ടത്? ഞാൻ ഒരു കാര്യം പറയാം. കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ നടത്തിയ ഒരു പ്രസംഗമുണ്ട്. രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തിയ ഏറ്റവും ദൈർഘ്യമേറിയ പ്രസംഗമാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയത്. അദ്ദേഹത്തിന്റെ തന്നെ റെക്കോർഡ് തകർത്തുകൊണ്ടാണ് അദ്ദേഹം ഇത്തരം ഒരു പ്രസംഗം നടത്തിയത്. നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന പോലെയാണ് പ്രധാനമന്ത്രിയുടെ ഇന്നലത്തെ പ്രസംഗത്തെ ഞാൻ കാണുന്നത്. ഇന്നലത്തെ പ്രസംഗം എന്ന് പറയുന്നത് ഇന്ത്യയുടെ വളർച്ചയിൽ നരേന്ദ്രമോദി ഒരു ഗിയർ മുന്നോട്ട് നീക്കിയതായിട്ടാണ് ഞാൻ കാണുന്നത്. ഒരു 5 ഗിയറുള്ള വാഹനമാണെന്ന് കരുതുക. നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത് 3ാമത്തെ ഗിയറിലായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പെട്ടെന്ന് രാജ്യത്തെ 4ാമത്തെ ഗിയറിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അടുത്തതാണ് 5ാമത്തെ ഗിയർ. ഈ 5ാമത്തെ ഗിയറോട് കൂടിയിട്ട് നമ്മൾ ഏറ്റവും ഉയർന്ന വേഗത കൈവരിക്കും. അതെനിക്ക് തോന്നുന്നു ഒരു 2030 ശേഷം 35-നിടയിലായിരിക്കും ആ ഒരു സംഭവം നടക്കാൻ പോകുന്നത്. പക്ഷെ ഇപ്പോൾ നരേന്ദ്രമോദി നമ്മുടെ രാജ്യത്തെ അടുത്ത ഒരു ഘട്ടത്തിലേക്ക്, അടുത്തൊരു ഗിയറിലേക്ക് നയിച്ചിരിക്കുകയാണ്. ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഉൾപ്പെടെ ലോകത്തെ ഒട്ടുമിക്ക പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെ രാഷ്ട്രത്തലവന്മാരും ഇന്നലെ പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗം കുത്തിയിരുന്ന് കണ്ടിട്ടുണ്ടാവും. അതിന്റെ പരിഭാഷ വായിച്ചിട്ടുണ്ടാവും. എന്താണ് മോദി പറഞ്ഞത്? കാരണം ലോകം ഉറ്റുനോക്കുന്നുണ്ട് ഇന്ത്യ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന്. നമ്മളൊരു വലിയ മാറ്റത്തിന്റെ വക്കിലെത്തി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ലോകം നമ്മളെ ഉറ്റുനോക്കും. ഇന്ത്യ പല കാരണങ്ങൾ കൊണ്ട് ലോകത്തിന്റെ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു രാജ്യമാണ്. അതിലേക്ക് നമുക്ക് പോവാം. ഇന്നലെ പ്രധാനമന്ത്രി നടത്തിയ ആ ഒരു പ്രസംഗം, ട്രംപിന്റെ ആ ഒരു മയപ്പെടൽ, അത് തമ്മിൽ ചെറിയൊരു ബന്ധമുണ്ട്. എന്താണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്നലെ പറഞ്ഞത്? നമ്മളൊരു പ്രതിസന്ധി നേരിടുന്നുണ്ട്, പക്ഷേ ഒരു വിട്ടുവീഴ്ചയ്ക്ക് നമ്മൾ തയ്യാറല്ല എന്ന സന്ദേശമാണ് പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ചത്. കർഷകരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഞാൻ ഒരു സംരക്ഷണ മതിലായിട്ട് നിൽക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്ത്യയുടെ നയത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല എന്ന് അദ്ദേഹം ഉറപ്പ് തരുന്നുണ്ട്. 100 മിനിറ്റിൽ കൂടുതൽ, ഏകദേശം 103 മിനിറ്റിലധികം നീണ്ടു നിൽക്കുന്ന പ്രസംഗമാണ് അദ്ദേഹം നടത്തിയത്. ഇവിടെ അദ്ദേഹം ഇന്ത്യൻ കമ്പനികളോട് ഇന്ത്യക്ക് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം തുടങ്ങേണ്ട ആവശ്യകതയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമ്മൾ നമ്മുടെ കഴിവ് ലോകത്തിന് കാണിച്ചു കൊടുക്കണം. ഇന്ത്യക്കാരുടെ കയ്യൊപ്പ് പതിഞ്ഞ പ്ലാറ്റ്ഫോമുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കണം എന്ന ഒരു നിർദ്ദേശം പ്രധാനമന്ത്രി രാജ്യത്തെ ബിസിനസ് സംരംഭകർക്കും യുവാക്കൾക്കും നൽകുകയാണ്. ഇത് നൽകുന്ന പ്രചോദനം ചെറുതല്ല. രണ്ടാമത് അദ്ദേഹം പറയുന്നത് പോലെ നമ്മൾ സ്വന്തമായിട്ട് ഒരു എഞ്ചിൻ ഉണ്ടാക്കണം. നമ്മുടെ യുദ്ധവിമാനങ്ങളുടെ എഞ്ചിൻ നമ്മൾ തന്നെ ഉണ്ടാക്കണം. ഇപ്പൊ നമ്മൾ ആരെയാണ് എഞ്ചിന്റെ കാര്യത്തിൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്? അമേരിക്കയാണ്. അത് മാറണം, നമ്മൾ തന്നെ ഉണ്ടാക്കണം എന്നുള്ള നിർദ്ദേശം മോദി കൊടുക്കുന്നു. ഇപ്പൊ നമ്മൾ ആരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ആണ് യൂസ് ചെയ്യുന്നത്? യൂട്യൂബ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം ആയിക്കോട്ടെ, ഫേസ്ബുക്ക് ആയിക്കോട്ടെ, x.com ആയിക്കോട്ടെ, ഇതെല്ലാം അമേരിക്കൻ കമ്പനികളാണ്. അപ്പോൾ ഇവിടെ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കണമെന്ന് അദ്ദേഹം പറയുമ്പോൾ ഇതൊക്കെ നാളെ നിരോധിക്കാൻ പോകുന്നു എന്നല്ല അദ്ദേഹം പറയുന്നത്. മറിച്ച് നമുക്ക് സ്വന്തമായിട്ട് വേണം. അന്താരാഷ്ട്ര നിലവാരമുള്ള പ്ലാറ്റ്ഫോമുകൾ നമ്മൾ ഉണ്ടാക്കണം. ചൈന ലോകത്തിന്റെ മുന്നിൽ ടിക്ടോക്ക് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി. ഈ അടുത്ത കാലത്താണ്, നോക്കൂ, ചൈനയ്ക്ക് അവരുടെ ഒരു സ്വന്തം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉണ്ടാക്കാൻ അവരുടെ എക്കണോമി $15 ട്രില്യൺ കഴിയുന്നതുവരെ കാത്തിരിക്കേണ്ടി വന്നു. നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എല്ലാം നമ്മൾ പറയണം. 15 ട്രില്യൺ കഴിഞ്ഞിട്ടാണ് ചൈന സ്വന്തമായിട്ട് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി ലോകത്തിന്റെ മുന്നിലേക്ക് അവതരിപ്പിച്ചത്. നമ്മൾ ഏകദേശം 4.3 ട്രില്യണേ ആയിട്ടുള്ളൂ.
നമ്മൾ ഈ കാലയളവിൽ ചെയ്യുന്ന കാര്യങ്ങൾ ചൈനയുടെ ഇതേ കാലയളവിൽ അവർ ഇതേ എക്കണോമി ആയിരുന്ന സമയത്ത് അവരെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. വലിയ ചലഞ്ചാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉണ്ടാക്കുക എന്ന് പറയുന്നത്. നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല. അപ്പോൾ അത് പ്രധാനമന്ത്രി പക്ഷേ പറയുകയാണ് നമുക്ക് അതിനുള്ള സമയമായി എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയാണ്. രണ്ടാമത്, ചൈന സ്വന്തമായിട്ട് ഒരു എഞ്ചിൻ സോവിയറ്റിന്റെയും റഷ്യയുടെയും ഒക്കെ സഹായം ഉണ്ടായിട്ട് ചൈന എത്രയോ കാലം എടുത്തിട്ടാണ് ഒരു എഞ്ചിൻ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നത്. ഈ ഒരു 5-6 വർഷം മുമ്പാണ് ചൈന സ്വന്തമായിട്ട് ഒരു എഞ്ചിൻ ഉണ്ടാക്കുന്നത്. അതിനുശേഷം ഇപ്പോഴും ചൈന അവരുടെ J20 വേണ്ട എഞ്ചിൻ ഉണ്ടാക്കുന്നതിൽ പൂർണ്ണമായി വിജയിച്ചിട്ടില്ല. അപ്പൊ ചൈന നമ്മളെ ഒരു 5 മടങ്ങ് നമ്മളെക്കാൾ മുന്നിൽ നിൽക്കുന്ന, സാമ്പത്തികമായിട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ്. ആ രാജ്യത്തിന് കഴിയാത്ത കാര്യങ്ങളാണ് നമ്മുടെ മുമ്പിൽ ഒരു വലിയ ചലഞ്ചായിട്ട് നമ്മൾ ഏറ്റെടുക്കുന്നത്. പക്ഷെ നമുക്കത് 10 ട്രില്യൺ എക്കണോമി ആവുന്നതിന് മുമ്പ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് വലിയ ചരിത്രമാണെന്നേ. അപ്പൊ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നൽകുന്ന നിർദ്ദേശം, നമ്മൾ അമേരിക്കൻ പ്ലാറ്റ്ഫോമുകൾക്ക് ബദലായിട്ട് സ്വന്തമായിട്ട് തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉണ്ടാക്കണം, സ്വന്തമായിട്ട് എഞ്ചിനുകൾ ഉണ്ടാക്കണം, ആയുധങ്ങൾ സ്വന്തമായിട്ട് പൂർണ്ണമായും ഇവിടെ നിർമ്മിക്കണം. ഇന്ത്യ എവിടെയെങ്കിലും മുട്ടുമടക്കുന്നതായിട്ട് പ്രധാനമന്ത്രിയുടെ ആ ഒരു പ്രസംഗത്തിൽ നമുക്ക് കാണാൻ കഴിയുമോ? അദ്ദേഹം ഒരു തരത്തിലും വഴങ്ങിക്കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇന്ത്യക്ക് മുന്നിൽ വന്നിരിക്കുന്ന ഈ പ്രതിബന്ധങ്ങളെയും അടുത്ത ചവിട്ടുപടിയായിട്ടാണ് മോദി ഉപയോഗിക്കുന്നത്. ചൈന ഇന്ത്യ പ്രശ്നത്തെ ആത്മനിർഭർ ഭാരത് എന്ന ഒരു ലക്ഷ്യത്തിലൂടെ മറികടക്കാൻ ശ്രമിച്ച് ഇന്ന് ഇന്ത്യ ഒരു മേജർ ഒരു മാനുഫാക്ചറിംഗ് പവറായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ US ഉയർത്തുന്ന വെല്ലുവിളികളെയും അതിനെ നമ്മളൊരു പുതിയ ചവിട്ടുപടിയായി കണ്ടുകൊണ്ട് അതിൽ ചവിട്ടി മുകളിലേക്ക് കുതിക്കാൻ ഒരു അവസരമാക്കി അതിനെ മാറ്റുകയാണ്. ഇന്ത്യക്ക് അതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. പ്രധാനമന്ത്രി ചെയ്യുന്നത് ഇന്ത്യക്കാരായിട്ടുള്ള കഴിവുള്ള യുവാക്കളെയും ബിസിനസ് സംരംഭകരെയും ഒക്കെ ഒന്ന് ബൂസ്റ്റ് ചെയ്ത് വിടുകയാണ്. നമ്മുടെ രാജ്യത്തെ പൗരന്മാർ വിചാരിച്ചാൽ ഇതൊക്കെ നടക്കൂ. ലോകത്തിന് കാണിച്ചു കൊടുക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്താണ് ഇന്ത്യക്കാരുടെ കഴിവ്, നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഡിഫൻസിന്റെ കാര്യത്തില്, ടെക്നോളജിയുടെ കാര്യത്തില്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാര്യത്തിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ലോകത്തിന് മുന്നിൽ നമ്മൾ കാണിച്ചു കൊടുക്കണം. AI ഒരു കാലഘട്ടത്തിലൂടെയാണല്ലോ കടന്നു പോകുന്നത്. ഇന്ന് പലതും നമുക്ക് എളുപ്പമാണ് പഴയ കാലത്തെ അപേക്ഷിച്ച്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യ ചൈനയിലും അമേരിക്കയിലും ഒക്കെ മാറ്റം കൊണ്ടുവരുമെന്നാണല്ലോ ലോകം വിചാരിക്കുന്നത്. പക്ഷെ ആ കാഴ്ചപ്പാടുകൾ തകർത്തുകൊണ്ട് ഇന്ത്യ AI കാര്യത്തിൽ ഒരു വലിയ കുതിച്ചുചാട്ടം നടത്തുകയാണെങ്കിൽ ലോകശക്തിയായി മാറാനുള്ള ഒരു വലിയ അവസരമായിരിക്കും നമുക്ക് വന്ന് ചേരുന്നത്. ഇന്ത്യക്കാർ വിചാരിക്കണം, പ്രധാനമന്ത്രിക്ക് അതിലൊന്നും ചെയ്യാൻ പറ്റില്ല, ഗവൺമെന്റിന് അതിലൊന്നും ചെയ്യാൻ പറ്റില്ല. അവർക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ്? നിർദ്ദേശങ്ങൾ കൊടുക്കുക, ഇത്തരത്തിൽ സഹായങ്ങൾ വാഗ്ദാനം ചെയ്യുക. ഒരുപാട് ഗവൺമെന്റിന്റെ സ്കീമുകളുണ്ട് ബിസിനസ്സുകാർക്ക് വേണ്ടിയിട്ട്. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ നാട്ടിലെ യുവാക്കൾ മുന്നോട്ട് വരണം. നമ്മുടെ കേരളത്തിൽ പോലുമുണ്ട് ടാലന്റ് ഉള്ള യുവാക്കൾ. ഇന്ത്യൻ പ്രോഡക്റ്റുകളെ, അത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ശരി, നമ്മൾ ഉണ്ടാക്കുന്നത് എന്താണെങ്കിലും ശരി, അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇന്ന് എത്രയോ മനുഷ്യർ നമ്മുടെ നാട്ടിലുണ്ട്. നമ്മുടെ മാധ്യമങ്ങൾ 10 പൈസയുടെ ചെലവില്ലാതെ പ്രൊമോഷൻ തരും. നമ്മുടെ ഇന്നത്തെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലുള്ള ഇന്ത്യൻ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഓൺലൈൻ പോർട്ടലുകൾ സൗജന്യമായി പ്രൊമോഷൻ തരും. പുത്തൻ ആശയങ്ങളുമായിട്ട് വരുന്നവരെ തീർച്ചയായിട്ടും രാജ്യം ചേർത്ത് നിർത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്തിരിക്കുകയാണ്. മേജർ ഒരു എക്കണോമിക് പവർ ആയിട്ട് മാറാനുള്ള വലിയൊരു കുതിച്ചുചാട്ടത്തിന് നമ്മൾ തുടക്കമിട്ടിരിക്കുകയാണ്. ഇന്നലത്തെ പ്രധാനമന്ത്രിയുടെ പ്രസംഗം, ഇത്രയും ദൈർഘ്യമേറിയ ഒരു പ്രസംഗം അദ്ദേഹം നടത്തുന്നത് ഈ ഒരു പശ്ചാത്തലത്തിലാണ്. ഇത് കാണുന്ന അമേരിക്കയ്ക്ക് അറിയാം എന്തുമാത്രം പണിയാണ് അവർക്ക് കിട്ടാൻ പോകുന്നതെന്ന്. ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന അമേരിക്കൻ കമ്പനികൾ, ഡിജിറ്റൽ ആഡ് പ്ലേയേഴ്സ് ആയിട്ടുള്ള കമ്പനികളുണ്ട്. നോക്കൂ, ഇന്ത്യക്കാര് ഗൂഗിൾ ഉപയോഗിക്കുന്നുണ്ട്, അമേരിക്കൻ കമ്പനിയാണ്. യൂട്യൂബ് ഉപയോഗിക്കുന്നുണ്ട്, അമേരിക്കൻ കമ്പനിയാണ്. ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നുണ്ട്, അമേരിക്കൻ കമ്പനിയാണ്. ട്വിറ്റർ അല്ലെങ്കിൽ X.com അമേരിക്കൻ കമ്പനിയാണ്. ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആമസോൺ, ഫ്ലിപ്കാർട്ട് ഒരു ഇന്ത്യൻ കമ്പനിയാണെങ്കിൽ അമേരിക്കൻ കമ്പനിക്കാണ് ഏറ്റവും കൂടുതൽ ഇന്ന് ഷെയർ ഉള്ളത്. ആമസോൺ, ഫ്ലിപ്കാർട്ട്. അതുപോലെ സോഷ്യൽ മീഡിയ കാറ്റഗറിയിൽ ഉൾപ്പെടുത്താവുന്നതാണ് ലിങ്ക്ഡിൻ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം, സ്നാപ്ചാറ്റ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം, മൈക്രോസോഫ്റ്റ് എന്ന് പറയുന്ന അമേരിക്കൻ കമ്പനി, ബിങ്, ഔട്ട്ലുക്ക്, മൈക്രോസോഫ്റ്റ് ടീം, ഓൺ ഡ്രൈവ് എന്ന് പറഞ്ഞ എത്രയോ സർവീസുകൾ അവർക്കുണ്ട്. ആമസോൺ വെബ് സർവീസസ് എന്ന് പറയുന്ന ആമസോണിന്റെ തന്നെ മറ്റൊരു സ്ഥാപനം. അതുപോലെ ചാറ്റ് ജിപിറ്റിയുടെ CEO എന്താ പറഞ്ഞത്? ഇന്ത്യയാണ് അവരുടെ ഏറ്റവും വലിയ മാർക്കറ്റ് എന്നാണ്. ഇന്ന് നമ്മുടെയൊക്കെ മൊബൈൽ ഫോണിലോ വീട്ടിലെ TV-യിലോ ഒക്കെ ഉള്ളതാണ് നെറ്റ്ഫ്ലിക്സ്. ഇത് ഒരു വീഡിയോ സ്ട്രീമിംഗ് സർവീസ് ആണ്, അമേരിക്കൻ കമ്പനിയാണ്. ആമസോൺ പ്രൈം വീഡിയോ OTT പ്ലാറ്റ്ഫോം ആണ്, അമേരിക്കൻ കമ്പനിയാണ്. ഡിസ്നി ഹോട്ട്സ്റ്റാർ അമേരിക്കൻ കമ്പനിക്ക് കൂടി ഓണർഷിപ്പ് ഉള്ള കമ്പനിയാണ്. ആപ്പിൾ TV അമേരിക്കൻ കമ്പനിയാണ്. സൂം വീഡിയോ കോൺഫറൻസിംഗ് പ്ലാറ്റ്ഫോം അമേരിക്കൻ കമ്പനിയാണ്. ഡ്രോപ്പ് ബോക്സ് ക്ലൗഡ് സ്റ്റോറേജ് അമേരിക്കൻ കമ്പനിയാണ്. സെയിൽസ് ഫോഴ്സ് CRM ആൻഡ് ബിസിനസ് സോഫ്റ്റ്വെയർ അമേരിക്കൻ കമ്പനിയാണ്. അഡോബ് എന്ന് പറയുന്ന ക്രിയേറ്റീവ് സോഫ്റ്റ്വെയർ, ഫോട്ടോഷോപ്പ് പോലെയുള്ള എഡിറ്റിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന അഡോബിന്റെ പ്ലാറ്റ്ഫോംസ് ആണ് ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത്.
അത് അമേരിക്കൻ കമ്പനിയാണ്. നമ്മുടെയൊക്കെ മൊബൈൽ ഫോണിലുള്ള ആൻഡ്രോയിഡ് എന്ന് പറയുന്നത് അമേരിക്കയുടേതാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യക്കാർ അമേരിക്കയുടെ എത്രയോ വലിയ കമ്പനികൾ നമ്മുടെ ഡെയിലി ലൈഫിൽ അമേരിക്കൻ കമ്പനികളുടെ സേവനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇന്ത്യക്കാർക്ക് അമേരിക്കയോട് വെറുപ്പ് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ഒന്നൊന്നായിട്ട് ഇത് എല്ലാം ഒറ്റയടിക്ക് ഒഴിവാക്കാൻ നമുക്ക് പറ്റില്ല. ഒന്നൊന്നായിട്ട് നമ്മൾ ഒഴിവാക്കാൻ തുടങ്ങുകയും ഇതിനൊക്കെ ഒരു പകരക്കാരൻ ഇന്ത്യയിൽ നിന്ന് തന്നെ ഒരു കമ്പനി ഉയർന്നു വരികയും ചെയ്തു കഴിഞ്ഞാൽ പതിയെ 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 എന്ത് സംഭവിക്കും? ഈ കമ്പനികളൊക്കെ പുറത്താവും. അമേരിക്ക ബില്യൺ കണക്കിന് ഡോളറാണ് പ്രതിവർഷം ഇന്ത്യയിൽ നിന്ന് ഉണ്ടാക്കുന്നത്. ഇത് ആർക്കാണ് നഷ്ടം? അമേരിക്കയ്ക്കാണ് നഷ്ടം. ഇന്ത്യ സ്വയം പര്യാപ്തതയിലേക്ക് മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അമേരിക്കയോട് ഇന്ത്യക്കാരുടെ മനോഭാവം മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയ്ക്കാണ് നഷ്ടം. പക്ഷെ ട്രംപ് എപ്പോഴും വന്നിരുന്ന് പറയുന്നത് എന്താണ്? ഞാൻ താരിഫ് ചുമത്തിയാൽ അവർക്ക് പ്രശ്നമാണെന്നാണ്. ട്രംപിന്റെ മുട്ടിടിച്ചുകൊണ്ടാണ് ഇത് പറയുന്നത്. കാരണം അമേരിക്കയ്ക്ക് അറിയാം അമേരിക്കൻ കമ്പനികൾ എത്രമാത്രം പൈസയാണ് ഇന്ത്യൻ വിപണിയിൽ നിന്നുണ്ടാക്കുന്നതെന്ന്. ഇത് ഡിജിറ്റലിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഫിസിക്കൽ ഗുഡ്സ് ആയിട്ട് ഇന്ത്യയിലേക്ക് വരുന്നതോ എന്തുമാത്രം സാധനങ്ങളാണ് അമേരിക്കൻ കമ്പനികൾ ഇന്ത്യയിൽ കൊണ്ട് വിൽക്കുന്നത്. ഇന്നലെ നരേന്ദ്രമോദിയുടെ പ്രസംഗം അമേരിക്കയ്ക്കുള്ള ഡയറക്റ്റ് സന്ദേശമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് ട്രംപ് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ കമ്പനികൾക്ക് പലതും സാധിക്കുമെന്ന് അവർ തെളിയിച്ചിട്ടുണ്ട്. നോക്കൂ, നിങ്ങൾ സൊമാറ്റോ എന്ന് പറയുന്ന ഇന്ത്യൻ കമ്പനിയുടെ ആപ്പ് ഉപയോഗിക്കാറില്ലേ? എത്ര കംഫർട്ടബിൾ ആണ്, എത്ര കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ആപ്പാണെന്നറിയോ? നമുക്ക് കൃത്യമായിട്ട് ഓർഡർ ചെയ്യാനായിട്ട് പറ്റും, പേയ്മെന്റ് ചെയ്യുന്നത് ഭയങ്കര ഈസിയാണ്, അതുപോലെ ഓഫറുകൾ ആഡ് ചെയ്യുന്നത് എളുപ്പമാണ്, അതിനുശേഷം ട്രാക്ക് ചെയ്യുന്നത് ഭയങ്കര രസമാണ്. സൊമാറ്റോ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഗംഭീരമായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്, ഇന്ത്യക്കാരുണ്ടാക്കിയതാണ്. നമുക്കൊരു സൊമാറ്റോ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ നമുക്കൊരു ഫേസ്ബുക്ക് ഉണ്ടാക്കാൻ പറ്റും, നമുക്കൊരു യൂട്യൂബ് ഉണ്ടാക്കാൻ പറ്റും, നമുക്കൊരു x.com ഉണ്ടാക്കാൻ പറ്റും. കുറച്ച് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് വേണമെന്ന് മാത്രമേ ഉള്ളൂ. ഒരു ഇന്ത്യക്കാരൻ തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ ഇതിനേക്കാൾ മികച്ചത് ഒരു പകരക്കാരനെ ഇന്ത്യയിൽ ഉണ്ടാക്കാൻ പറ്റും. ഗവൺമെന്റിന്റെ ഒരു സപ്പോർട്ടും കൂടെ കിട്ടിയാൽ മതി. ഇത് അമേരിക്കയ്ക്ക് നന്നായിട്ട് അറിയാം. റഷ്യ-യുക്രൈൻ യുദ്ധം അവസാനിച്ചാലും ഇല്ലെങ്കിലും ഇന്ത്യയുടെ മേലൊന്ന് പ്രഷർ ചെലുത്തി നോക്കാനാണ് അമേരിക്ക ഈ കളി കളിച്ചത്. പക്ഷെ അത് അവർക്ക് തന്നെ തിരിച്ചടിയായി എന്ന് മനസ്സിലാക്കുന്ന സ്ഥിതിക്ക് അമേരിക്ക വല്ലാതെ ഇന്ത്യക്കെതിരെ ഇനി വരില്ല. ട്രംപ് പതിയെ 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 അദ്ദേഹത്തിന്റെ നിലപാടുകളിൽ നിന്ന് മലക്കം മറിയുന്നത് നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ കാണാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.